മുജേ SLKയിൽ 2 ടീമുകൾ ഓൾറെഡി സെമി ബർത്ത് ഉറപ്പിച്ചു. ഇനി ആ ബാക്കി 2 ടീമുകൾ ഏതൊക്കെയായിരിക്കും? എന്തായാലും നമുക്ക് 9ാം റൗണ്ടിലെ മത്സരങ്ങളെ പറ്റി ഒരു വിശകലനം നടത്താം. 100% MTA നമുക്ക് വിലയിരുത്തണം. കാരണം നമ്മളെ കഴിഞ്ഞ വീക്കിലി റൗണ്ടപ്പിന് ശേഷം 3 മത്സരങ്ങളാണ് നടന്നത്. ഒന്ന് ഫോഴ്സ കൊച്ചി തൃശ്ശൂർ മാജിക്, മറ്റൊന്ന് കണ്ണൂർ കാലിക്കറ്റ്, മറ്റൊന്ന് മലപ്പുറം കൊമ്പൻസ്. ഈ 3 മത്സരങ്ങളാണ് നടന്നത്. ആ 3 മത്സരങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അടുത്ത ആഴ്ചകളിൽ വരാനിരിക്കുന്ന 3 മത്സരങ്ങളുണ്ടല്ലോ, അത് വളരെ ഗംഭീരമായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി, ത്രില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റിസൾട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം എന്തായാലും നമ്മളെ കൊച്ചി തൃശ്ശൂർ മാജിക്കിനെ എവേ മത്സരം കളിച്ചല്ലോ. അതിൽ 1-0 തൃശ്ശൂർ മാജിക് ജയിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചത് കണ്ണൂരിനെ 4-1 തോൽപ്പിച്ചിടയ്ക്ക് വരുന്ന ഫോഴ്സിയാണ് പുതിയ രൂപത്തിൽ കാണാമെന്നൊക്കെ ആയിരുന്നു. ആ പരിപാടിയൊന്നും കണ്ടില്ല. ടേബിളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡോമിനേഷനൊക്കെ ശരിക്കും ആ മത്സരത്തിൽ തൃശ്ശൂർ മാജിക് FC കാണിച്ചു. എന്തായാലും ഞാനിത് സ്ക്രീനിലാകണ്ടേ, എനിക്ക് ഡയറക്റ്റ് കണ്ടാണല്ലോ. എന്താ ഇംതിൻ്റെ അഭിപ്രായം? മുജി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. കാരണം 4-1 ഫോഴ്സ കൊച്ചി കണ്ണൂർ വാരിയേഴ്സിനെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പോയി തോൽപ്പിച്ച ആ ടീമാണ് ഇവിടെ തൃശ്ശൂർ മാജിക് FCയെ നേരിടാൻ വരുന്നത്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കിഡിലൻ മത്സരം തന്നെ പ്രതീക്ഷിച്ചാൽ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് തൃശ്ശൂർ മാജിക് FC ടീം എന്താണ് എന്ന് അവർ കാണിച്ചു കൊടുക്കുന്നതാണ്. കൊച്ചി ഫോഴ്സ FCക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീച്ചോ ഗിൽബർട്ടൊക്കെ അവിടെ അടിപൊളി ഫോമിലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നിയൽ മാത്രമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു കാലിക്കറ്റ് FC വാസസ് കണ്ണൂർ വാരിയേഴ്സ് മത്സരം. അതും മികച്ച കളി കാണാൻ പറ്റുമെന്ന് കരുതിയാണ് പോയത്. പക്ഷെ നിർഭാഗ്യവശാൽ കാലിക്കറ്റ് FC എന്താണ്, ആ ടീം എന്താണ് എന്ന് അവരവിടെ കാണിച്ചു കൊടുത്തു. മുജേ ആ കളിയെ പറ്റി മുജിന് എന്താ പറയാനുള്ളത്? കണ്ണൂർ വാരിയേഴ്സ് നമ്മളെ കാലിക്കറ്റ് FCനെ ഒരു ഹോം മാച്ചിൽ നേരിടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ആ ക്രൗഡിൻ്റെ സപ്പോർട്ടോടുകൂടി കണ്ണൂർ വാരിയേഴ്സ് ആ മത്സരം നല്ല മാർജിനിൽ ജയിക്കുമെന്നായിരുന്നു. അതിന് 2 കാരണങ്ങളാണ്. ഒന്നാമത്, അന്നത്തെ ജയം ഏറ്റവും അനിവാര്യമായൊരു ടീമായിരുന്നു കണ്ണൂർ. കാലിക്കറ്റ് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ആ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ക്വാളിഫൈഡ് ആയ ഒരു ടീം എവേ മത്സരം കളിക്കാൻ പോകുന്നു, അവർക്ക് അവരുടെ പുതുതാരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് അതിനെ കാണുന്നു. 8 പ്ലേയേഴ്സിനെ മാറ്റി 11ൽ നിന്നും 8 പ്ലേയേഴ്സിനെ മാറ്റി കളിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലിക്കറ്റിന് ആ മത്സരം വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സമനിലയിലൊക്കെ അവസാനിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. മാത്രമല്ല, ക്വാളിഫൈഡ് ആയ ഒരു ടീമിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു അല്പം ഡൗൺ ആയിട്ട് കളിക്കാനോ അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലൊക്കെ കളിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ കാലിക്കറ്റ് FC ആണ് ആ മത്സരം ജയിച്ചാലേ ക്വാളിഫൈഡ് ആവൂ എന്ന മെൻറ്റാലിറ്റിയിൽ കളിച്ചത്. കണ്ണൂർ വാരിയേഴ്സ് ഗോളുകൾ വാങ്ങുന്നതിനനുസരിച്ച് അവരുടെ ബോഡി ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒരു ലോസ്റ്റ് ടീം എങ്ങനെയാണ് ഒരു മത്സരത്തിനെ കാണുന്നത്, ആ രൂപത്തിലായിരുന്നു പ്ലേയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ്. 72ാം മിനിറ്റിൽ ഒരു ഗോൾ മടങ്ങിയതിന് ശേഷമാണ് മത്സരത്തിലേക്ക് കണ്ണൂർ വാരിയേഴ്സ് ശക്തമായി തിരിച്ചു വരുന്നത് കണ്ടത്. അപ്പോൾ കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം ജയിക്കുകയായിരുന്നെങ്കിൽ SLKൻ്റെ വരുന്ന ആഴ്ചയിലെ മത്സരങ്ങളൊക്കെ പ്രാധാന്യമില്ലാതായി മാറുമായിരുന്നു. കാരണം കണ്ണൂരിന് ക്വാളിഫിക്കേഷൻ സാധ്യത വളരെ മുന്നിലാവുമായിരുന്നു. ആ മത്സരം തോറ്റതോടുകൂടി കണ്ണൂരിന് 10 പോയിൻ്റായിട്ട് വീണ്ടും ഇപ്പോൾ കണ്ണൂർ നിൽക്കുകയാണ്. ഇനിയുള്ള മത്സരം എന്ത് വില കൊടുത്തും ജയിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് കണ്ണൂരിനെ കൊണ്ടുപോയത് കണ്ണൂർ തന്നെയാണ്. മുജേ ശരിക്കും ചാമ്പ്യന്മാരെന്താണെന്ന് കാലിക്കറ്റ് FC കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ കളി കഴിയുന്തോറും അവരുടെ ഫോം വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തളച്ച് കെട്ടാൻ ഒരു ടീമിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ചാമ്പ്യന്മാരാകാൻ പോകുന്ന ടീം കാലിക്കറ്റ് FC ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മുജി എന്തായാലും പറയാനുള്ളേ? അങ്ങനെ ആവട്ടെ. കാരണം കാലിക്കറ്റ് ഒരു ഫൈനൽ ഡിസേർവ് ചെയ്യുന്നു. മാത്രമല്ല, കാലിക്കൽ ടീം ഒരു ഫൈനൽ ഡിസേർവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, നമ്മളെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒരു ഫൈനലിന് വേദിയാവുന്നതും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും അടിപൊളിയായിട്ട് സ്റ്റേഡിയത്തിൻ്റെ ആംബിയൻസ് കിട്ടുന്നത് ഇന്ന് നമുക്ക് SLKയിൽ കാണാൻ പറ്റുന്നത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്, നമ്മളെ കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഫൈനലിൽ കാലിക്കറ്റ് എത്തുകയും അതുപോലെ തന്നെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കളി നടക്കുകയും ചെയ്യുമ്പോഴാണ് SLKൻ്റെ ഫൈനലിന് അതിൻ്റെ ഒരു ഫൈനലിൻ്റെ മാച്ച് കിട്ടുന്നത്. അതുപോലെ ഈ വർഷം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ടീമുകളിലൊന്നാണ് മലപ്പുറം MC ട്രിവാൻഡ്രത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയപ്പോൾ ഒരുപാട് കാണികളും കൂടെ പോയിട്ടുണ്ട്. അൾട്രാസ് വളരെ ഗംഭീരമായിട്ട്, ഇങ്ങനെ റിസൾട്ട് ആയെങ്കിൽ കൂടി അൾട്രാസ് ഭയങ്കര ഗംഭീരമായിട്ട് നമ്മളെ ടീമിനെ, മലപ്പുറം FCനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രിവാൻഡ്രം കൊമ്പൻസുമായിട്ടുള്ള മത്സരം 2 ടീമുകൾക്കും ജയിക്കണമെന്ന് വാശിയുള്ള ഒരു മത്സരമായിരുന്നു. കാരണം അതിൽ ജയിക്കുന്ന ആളുകൾക്ക് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. ആ മത്സരവും സമനിലയായി എന്ന് പറയുമ്പോൾ വിരസമായ ഒരു സമനില അല്ലായിരുന്നു ഇന്ത്യയെ. കാരണം 2 ടീമുകളും അറ്റാക്ക് ചെയ്ത് കളിച്ച്, ഗോൾ അടിക്കാൻ വേണ്ടി കളിച്ച്, ഒരുപക്ഷെ പല ഗോളുകളും വന്നു എന്ന് തോന്നുന്ന പല അറ്റംപ്റ്റുകളും കണ്ട വളരെ ഗംഭീരമായ മത്സരമായിരുന്നു ട്രിവാൻഡ്രം കൊമ്പൻസിൻ്റെ
ഹോം മത്സരം, അതായത് മലപ്പുറം FC നേരിട്ടത്. ആ മത്സരം സമനിലയായതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് എന്താ പറയുക, അടുത്ത ആഴ്ചയിലെ മത്സരങ്ങൾ ഏറ്റവും ഗംഭീരമായ മത്സരങ്ങളായി മാറാൻ പോവുകയാണ്. പക്ഷേ ആ മാച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ടീം മലപ്പുറം FC ആ മത്സരം ജയിക്കേണ്ടതായിരുന്നു, അതൊരു സമനിലയിൽ എത്തിക്കേണ്ട മത്സരമായിരുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, പോളോ വിക്ടറിൻ്റെ ആ ഒരു സമനില ഗോളുണ്ടല്ലോ, ആ ഗോളൊന്നും ഒരു പക്ഷേ ഗോളായിട്ട് മാറാൻ പാടില്ലാത്ത ആ ഡിഫെൻസീവ് മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഗോളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അത് നേരിട്ട് കണ്ടതാണല്ലോ. മുജി അതിലെടുത്ത് പറയേണ്ട കാര്യമാണത്. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന അഖിൽ പ്രവീൺ അന്ന് സെൻറ്റർ ബാക്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഗോളിലേക്ക് വന്ന വഴി ശരിക്കും എന്താണ്, അഖിൽ പ്രവീൺ സ്ലൈഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ബോളായിരുന്നു. അത് വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഗോളായിട്ടുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്, അതും കാരണമായി അങ്ങനെയാണ് ആ ഗോള് വരുന്നത്. അത് ശരിക്കും ആ കളിയെ ബാധിച്ചു. മലപ്പുറം FC അവിടെ പോയി സമനില വാങ്ങേണ്ടി വന്നു. ശരിയാണ് എനിക്ക് ഈ ഒരു 1-2 മിസ്റ്റേക്കുകൾ ഇതുപോലെയുള്ള ഒഴിച്ചാൽ ജീവനുള്ള മലപ്പുറത്തിനെ ഇതുവരെ SLKയിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ജീവനുള്ള മലപ്പുറത്തിനെ തന്നെയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് കണ്ടത്. സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണല്ലോ ഈ ഒരു SLK ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നത്, ഈ ഒരു ലീഗ് റൗണ്ടുകൾ. എന്തായാലും ഇനി വരാനുള്ള മത്സരങ്ങൾ, 10ാം റൗണ്ടിലെ ആദ്യ മത്സരം കണ്ണൂരിൻ്റെ മത്സരമാണ്. കണ്ണൂർ തൃശ്ശൂർ മാജിക് FCയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് നേരിടാൻ പോവാണ്. ഒരു പക്ഷേ ഈ മത്സരം വിജയിക്കുകയാണെങ്കിൽ എൻ്റെ പ്രഡിക്ഷനും കണ്ണൂരിൻ്റെ സാധ്യതകളും ഒരുപോലെ നിലനിൽക്കാൻ പോവാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? മുജേ, നിന്റെ പ്രതീക്ഷകൾ നിന്നെ രക്ഷിക്കട്ടെ, അല്ലാതെ എന്താ പറയാ. കാരണം ഇനിയുള്ള മത്സരങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടീമിനെ സംബന്ധിച്ചും. കണ്ണൂർ വാരിയേഴ്സ് ഈ മത്സരത്തിൽ തോറ്റാൽ അവിടെ സെമി ബർത്ത് മലപ്പുറം FC അതുപോലെ തിരുവനന്തപുരം കൊമൻസും ഉറപ്പിക്കും. പിന്നെയുള്ള ബാക്കി 2 മത്സരങ്ങൾ വെറുതെ കളിക്കുന്ന മത്സരങ്ങളായിരിക്കും. ശരിക്കും തോറ്റാലല്ലേ, നേരെ മറച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. കണ്ണൂർ തൃശ്ശൂർ മാജിക്കിനെ തോൽപ്പിക്കുന്നു, നല്ല ഡോമിനേഷനോട് കൂടി ജയിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ. മലപ്പുറം അടുത്ത മത്സരത്തിൽ തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്യുന്നു. ട്രിവാൻഡ്രം കൊമൻസ് അടുത്ത മത്സരത്തിൽ തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും നമ്മളെ SLKൻ്റെ ടോപ്പ് 4ലേക്ക് വരാൻ പോകുന്നത്? കണ്ണൂർ എന്തായാലും ഉണ്ടാവില്ലേ? അങ്ങനെ ആയാൽ എന്തായാലും SLK ഫോട്ടോ ഫിനിഷിക്കായിരിക്കും പോവുക. പക്ഷെ അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം തൃശ്ശൂർ മാജിക് FCയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അവരുടെ ഹോം സ്റ്റേഡിയത്തിലെ അവസാന ലീഗ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. അതിലവർ തോറ്റു തരും തോന്നുന്നുണ്ടോ? ഈ മത്സരത്തോടു കൂടി SLKയിലെ റിസൾട്ട്, സെമി ബർത്ത് റിസൾട്ട് ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. മലപ്പുറം FC, തിരുവനന്തപുരം കൊമ്പൻസ്, നേരത്തെയുള്ള തൃശ്ശൂർ മാജിക് FC അതുപോലെ കാലിക്കറ്റ് FC, ഈ 4 ടീമുകളെ നമുക്ക് സെമിയിൽ കാണാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഒറ്റ മാച്ചിന്റെ റിസൾട്ട് മതി എല്ലാം മാറാൻ. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കോച്ചായാലും സിനാനെ പോലെയുള്ള ഹൃദയം കയ്യിൽ വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും എല്ലാം ഫയർ കത്തിക്കഴിഞ്ഞാൽ അത് അണക്കാൻ പറ്റാത്ത രൂപത്തിൽ കത്തുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ മാജിക് FC അവരുടെ ആളുകൾക്കിടയിലാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ടീമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർക്കും കുറേ പ്ലേയേഴ്സിനെ കളിപ്പിക്കാനൊക്കെ ബാക്കിയുണ്ടല്ലോ, അവസരം കൊടുക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഫുൾ സ്ട്രെങ്ത്തുള്ള ടീമിനെ അവരുടെ സാധാരണത്തെ ഫസ്റ്റ് 11 ഇന്ന് കളിപ്പിക്കുന്നു തോന്നുന്നില്ല. മാത്രമല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ മത്സരത്തിനാണ് കണ്ണൂർ പോകുന്നത്. സോ കണ്ണൂരിൻ്റെ കൂടെ തന്നെ വീണ്ടും നിന്നുകൊണ്ട് കണ്ണൂർ വിജയിക്കും, കണ്ണൂർ ടോപ്പ് 4ലേക്ക് വരുന്നുള്ള പ്രതീക്ഷ നിലനിർത്തിയത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ടോപ്പ് 4ൽ കണ്ണൂരുണ്ടാവും. മുജേ, ഒരു സമനില കൊണ്ടുപോലും കണ്ണൂർ വാരിയേഴ്സ് കയറൂല. സമനില വന്നാൽ പോലും പുറത്തേക്കായിരിക്കും എൻട്രി. ഈ റിസ്കുകളൊക്കെ അറിയാം. ഈ റിസ്കുകളൊക്കെ ഈ വീഡിയോ വിലയിരുത്തുന്ന നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് അതിൻ്റെ കോച്ചസ്. കാരണം അതിനെ ആ രൂപത്തിൽ തന്നെ കാണുന്ന കോച്ചസാണ്. ഞാൻ മുന്നേയും പറഞ്ഞു, കോച്ചസിൽ വലിയ വിശ്വാസമുണ്ട്, കണ്ണൂർ വാരിയേഴ്സിൻ്റെ കോച്ചസിൽ വലിയ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും തൃശ്ശൂർ മാജിക് FC ആയിട്ടുള്ള മത്സരം വളരെ പോസിറ്റീവായിട്ട് കണ്ണൂർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലപ്പുറം, ട്രിവാൻഡ്രം, കൊമ്പൻസും ഒക്കെ അവരുടെ വരുന്ന മത്സരങ്ങൾ വളരെ ഗംഭീരമായിട്ട് കളിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന SLKയുടെ അവസാന റൗണ്ട് മത്സരങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെ കാണാം. അതിനുശേഷം നെക്സ്റ്റ് വീക്ക്ലി റൗണ്ടപ്പിൽ വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യാം. ഇവിടെ എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി, കണ്ണൂരിൻ്റെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത വീക്കിൽ വീണ്ടും കാണാം. ഗൈസ്, അപ്പോൾ പന്തളിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.